ഓമന പാലാപ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ചേരുന്നത്. ശ്രീമതി ഓമന, എനിക്ക് തോന്നുന്നു ഈ മേഖല കുറച്ച് ഈ കാട്ടാന ശല്യമൊക്കെ ഉള്ള മേഖലയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, നന്നായി ആനശല്യമുള്ള മേഖലയാണ്. കുറച്ചല്ല, നിരന്തരം ആനശല്യമുള്ള മേഖലയാണ് പാലപ്പള്ളി മറിയാവിലെ തോട്ടം മേഖല. ഇതിപ്പോ ഈ മേഖലയിലും കാര്യമായി ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ അതെ, അവിടെ കാര്യമായിട്ട് എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലം, ആനയും പുലിയൊക്കെ വന്നിരുന്ന സ്ഥലമാണ് അവിടെ. നിരന്തരം ആനശല്യമുള്ള സ്ഥലമാണ് ഈ മേഖല. ഇതിപ്പോ ഈ ശരിയാണ്, ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോ പാലപ്പള്ളി മലയോര തോട്ടം മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ. ആനക്കൂട്ടങ്ങളാണ് വേണ്ടത്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ 50ഉം 20ഉം അങ്ങനെയൊക്കെ ആയിട്ട് ആനക്കൂട്ടങ്ങള് ഈ മേഖലയിലുണ്ട്. ഈ എലിക്കോട് മേഖലയിലാണ് 2 ഉണ്ണിച്ചക്കൻ അതുപോലെ തന്നെ സൈനുദ്ദീൻ എന്ന് പറയുന്ന 2 വ്യക്തികളെ എലിക്കോട് പോകുന്ന വഴിയില് ഗണപതി അവിടെയുള്ള അമ്പലത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് ആന കുത്തിക്കൊന്നത്. ശ്രീമതി ഓമന, ഈ ആന ഇപ്പോ ഈ കുഴി വീണിട്ട് കുറെ മണിക്കൂറായി. അപ്പൊ അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? അല്ല, അവര് JCB ഉപയോഗിച്ച് അതൊരു ചെറിയ കുഴിയിലാണ് വീണിട്ടുള്ളത്. അതിന്റെ സൈഡിൽ വേറൊരു ചാല് പോലെ കീറിയിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ട് അതിനെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ JCB ഉപയോഗിച്ച് ആന രക്ഷപ്പെടുത്തും. എന്തായാലും ആനയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ചെറിയൊരു കുട്ടിക്കൊമ്പനാണ് വീണിട്ടുള്ളത്. അതിനെന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ നിങ്ങളുടെ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം ആന കുഴിയിൽ വീണതല്ല, അവിടെ കൂട്ടത്തോടെ കാട്ടാനകൾ ഇറങ്ങുന്നു, നിങ്ങളുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുന്നു അല്ലേ? വലിയ ശല്യമായി നിൽക്കുന്നു, പേടിയുണ്ടാക്കുന്നു. ഒരു സംശയമില്ല. അതെ, ഇതിപ്പോ ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞു, 4 വർഷത്തോടെ എടുക്കുകയാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ആനശല്യം ഞങ്ങളുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ട്. പക്ഷെ ഇതുവരെ യാതൊരു മാർഗങ്ങളും, ഒരു നിയന്ത്രണ മാർഗങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം. ഇത്രയ്ക്കധികം ആളുകളെ ആന കുത്തി ഇവിടെ കൊന്നിട്ടും നിരന്തരം കാട്ടാന ആക്രമിച്ചിട്ടും തോട്ടം തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ തോട്ടം മേഖലയിലുള്ളത്. ഇങ്ങനെയൊക്കെ നിരന്തരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താൻ സർക്കാരിനോടുള്ള MLAക്കോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകൾക്കോ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കഴിയുന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. ജനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആദിയിലാണ് ഞങ്ങള്. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എലിക്കോട് ഭാഗം കോളനി ആദിവാസി മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ്. അപ്പൊ അവിടെയൊക്കെയുള്ള കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ഏതെങ്കിലും അസുഖം പെട്ടെന്ന് വന്നാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, രാത്രിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഒരു രക്ഷയില്ല. ആന എപ്പോ വരും എപ്പോ പോകുന്നുള്ള ഒരു ഇതും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈ ഫെൻസിങ് പോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഒന്നും അല്ലേ? ഈ ഫെൻസിങ് പോലെയുള്ളതൊന്നും അവിടെ വെച്ചിട്ടില്ല, കെട്ടിയിട്ടില്ല ആ മേഖലയില്. ഇല്ല, ഫെൻസിങ് കുറച്ചൊരു ഭാഗം, മലയോര മേഖലയില് കുറച്ച് ഭാഗം ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതൊരു താൽക്കാലിക സുരക്ഷ അവിടെ ഉണ്ട്. പക്ഷെ ഈ തോട്ടം മേഖലയില് ചില സ്ഥലത്ത് ഫെൻസിങ് ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്നിട്ടാണ് ആനകൾക്ക് എത്തുന്നത്. ഫെൻസിങ് ഒന്നും ഒരു ആനയ്ക്കുന്നൊരു പ്രശ്നമല്ല. അതൊക്കെ തകർത്ത് കളഞ്ഞിട്ട് അവരെത്തുന്ന ഒരവസ്ഥയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് ട്രെഞ്ച് എടുക്കലാണ്. ഈ ഫോറസ്റ്റ് ഭൂമിയുടെ ചുറ്റും, ഈ ഫോറസ്റ്റിന്റെ അതിർത്തിയില്, വനാതിർത്തിയില് ട്രെഞ്ചുകൾ എടുത്താൽ ഈ ഞങ്ങളുടെ ഈ മേഖല ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും. ഏകദേശം ഒരു 10 കിലോമീറ്ററെങ്കിലും, ഒരു 10 കിലോമീറ്റർ ദൂരത്തിലെങ്കിലും ട്രെഞ്ച് എടുക്കുക തന്നെ വേണം. ട്രെഞ്ച് എടുക്കുന്നത് ഇപ്പൊ ഇവര് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടൊക്കെയാണ് പറയണേ. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ MLA MP ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച്, ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ച് ട്രെഞ്ച് സംവിധാനം ഈ ഒരു 10 കിലോമീറ്റർ ദൂരത്തെങ്കിലും ട്രെഞ്ച് വന്നാൽ ഒരു പരിധി വരെ ആനകളുടെ കടന്നുവരൽ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ ഓമന, എന്തായാലും ഈ വാർത്ത പുറത്തു വരുന്നത് നിങ്ങളുടെ ഈ ശബ്ദം പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമാകുമെങ്കിൽ നല്ല കാര്യമാണ്. നന്ദി. ഓമന പാലപ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓമന പാലപ്പള്ളിക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ഈ ആന കുഴിയിൽ വീണതുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള പ്രശ്നമല്ല അവർക്ക് പറയാനുള്ളത്. അവർക്ക് പറയാനുള്ളത് ആ നാട് നിരന്തരം നേരിടുന്ന, കുറേ നാളുകളായി നേരിടുന്ന വലിയ ഭീതിയെപ്പറ്റി, വലിയ ആദിയെപ്പറ്റി, വലിയ പ്രാണഭയങ്ങളെപ്പറ്റി, പുറത്തിറങ്ങാനുള്ള പേടിയെപ്പറ്റിയൊക്കെയാണ് ഓമന പാലപ്പള്ളി എന്ന അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാൻ കഴിയുകയുള്ളൂ. നമുക്കാണ് ഒരുപക്ഷെ ഇത് കാണുമ്പോൾ വലിയ വേദനയും വലിയ സങ്കടവും ഈ ആനയുടെ നിസ്സഹായാവസ്ഥ തോന്നുമ്പോൾ അവർക്കും അതില്ല എന്നല്ല. പക്ഷെ അവരെ അലട്ടുന്ന പ്രശ്നം അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ആനകൾ ഇറങ്ങി ഉണ്ടാക്കുന്ന ശല്യത്തെക്കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്. അതേ അവർക്ക് പറയാനും കഴിയൂ.